ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയായ 19കാരി മരിച്ച സംഭവത്തിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണവിവരം സ്ഥിരീകരിച്ചത്. വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നേരത്തെയും പുറത്തുവന്നിരുന്നു. പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന അനൂപ് എന്ന യുവാവാണ് 19കാരിയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയത്. ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ പെൺകുട്ടിയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്നും അനൂപ് ആക്രോശിച്ചു. ക്രൂരമർദ്ദനത്തിനിരയായ 19കാരി അതീവ ഗുരുതരാവസ്ഥയിലിരിക്കെയാണ് മരിച്ചത്. നാടിന് അഭിമാനമാകേണ്ടിയിരുന്ന കായിക ലോകത്ത് പേരും പ്രശസ്തിയും നേടേണ്ടിയിരുന്ന ഒരു പെൺകുട്ടിയാണ് അതിദാരുണമായ ക്രൂര പീഡനത്തിനിരയായി മരണപ്പെട്ടത്. അതിക്രൂരമായ മറ്റൊരു പീഡനത്തിന്റെ ആഘാതത്തിൽ നിന്നും പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്ന പെൺകുട്ടിയെയാണ് വീണ്ടും ഒരു ട്രോമ സൃഷ്ടിക്കുന്ന തരത്തിൽ ആൺസുഹൃത്ത് അതിക്രൂരമായി മർദ്ദിച്ചത്. ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയും ശബ്ദം പുറത്തുവരാത്ത രീതിയിൽ ഷോൾ വായിലേക്ക് തിരികെ വെച്ചുമാണ് അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റ് ജീവിക്കാനുള്ള ആഗ്രഹം നിലച്ചതോടെ ആ പെൺകുട്ടി കഴുത്തിൽ കയർ മുറുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി മരണത്തോട് മല്ലിട്ട് വീടിനുള്ളിൽ കിടക്കുമ്പോഴും പ്രതി പെൺകുട്ടിക്ക് ചികിത്സ നൽകാൻ തയ്യാറാകാതെയും ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറാകാതെ സ്വന്തം ഇമേജും പ്രിവിലേജും കാത്തുസൂക്ഷിക്കുന്നതിനായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 15 മണിക്കൂറോളമാണ് സ്വന്തം വീട്ടിൽ പെൺകുട്ടി ചികിത്സ കിട്ടാതെ അത്യാസന്ന നിലയിൽ കിടന്നത്. ആൺസുഹൃത്തിന്റെ പെരുമാറ്റം എത്രത്തോളം ക്രൂരമാണെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഇതിനു മുൻപും ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇരുവരും ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും ആൺസുഹൃത്തിന് പെൺകുട്ടിയോടുള്ള പ്രണയത്തിനപ്പുറത്തേക്ക് സ്വത്തിലടക്കം കണ്ണുണ്ടെന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ കുടുംബം ഉന്നയിച്ചിരുന്നു. കുറച്ചു നാളുകളായി പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അതിനും കാരണക്കാരനായത് അനൂപ് എന്ന ആൺസുഹൃത്ത് തന്നെയാണ്. അനൂപ് നിരന്തരം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് പെൺകുട്ടിയുടെ അമ്മ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പെൺകുട്ടിയും അമ്മയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അമ്മയെ അനൂപ് ആക്രമിക്കുമെന്ന ഭീഷണി അടക്കം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അനൂപിന്റെ കരുത്തിലാണ് അത്തരത്തിലൊരു ഭീഷണി ഉയർന്നതെന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാനാകും. അനൂപ് ആ പ്രദേശവാസികൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായും തർക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രദേശവാസികൾ അനൂപിനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. അനൂപിന് കൃത്യമായി അറിയാമായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് രാത്രി 12 മണിയോടുകൂടി അനൂപ് അങ്ങോട്ടേക്ക് എത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ പാതിരാത്രിയിൽ നടന്ന നടുക്കുന്ന ക്രൂരത തലയോലപ്പറമ്പുകാരൻ അനൂപിലൂടെ തന്നെയാണ് പുറത്തേക്ക് വന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ കേട്ട് പോലീസ് പോലും നടുങ്ങിപ്പോയെന്നാണ് വിവരം. തന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടി മറ്റു സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ഇഷ്ടമില്ലായിരുന്നു. ശനിയാഴ്ച രാത്രിയും പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെ അനൂപ് പാതിരാത്രി ഇവരുടെ വീട്ടിലേക്ക് നേരിട്ടെത്തി ആക്രമിക്കുകയായിരുന്നു. കുട്ടി വാതിൽ തുറന്നയുടനെ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു മർദ്ദിച്ചു, മുഖത്തടിച്ചു, പിടിച്ചു തള്ളി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ തറയിലേക്ക് തെറിച്ചു വീണ പെൺകുട്ടിയെ പ്രതി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും പോലീസ് പറയുന്നു. വിസമ്മതിച്ചതോടെ വീണ്ടും അടിച്ചു. കയ്യിൽ കിട്ടിയ ചുറ്റിക കൊണ്ട് വീശി. ചുറ്റിക പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടു. പെൺകുട്ടി ശബ്ദമുണ്ടാക്കിയതോടെ മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു. അതിനിടെയാണ് വീടിന് പുറത്ത് ആളനക്കം കണ്ടത്. പെൺകുട്ടി വിളിച്ചിട്ട് ആരോ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ഇയാൾ വീണ്ടും കുട്ടിയെ മർദ്ദിച്ചു. പിന്നീട് വസ്ത്രങ്ങൾ വലിച്ചു കീറി ലൈംഗികമായി ഉപദ്രവിച്ചു. അതോടെയാണ് ഷോൾ ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി താൻ ജീവനൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് പെൺകുട്ടി കട്ടിലിൽ കയറിയത്. എന്നാൽ ഇത് വകവയ്ക്കാതെ പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചു. പിടിവിട്ട് ഷോളിൽ തൂങ്ങിയ പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ട് അനൂപ് അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് ഷോൾ മുറിച്ചു. കഴുത്തു മുറുകി ശ്വാസം കിട്ടാതെ പിടഞ്ഞ പെൺകുട്ടിയുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ വീണ്ടും വായയും മൂക്കും അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് പെൺകുട്ടി പൂർണ്ണമായും അബോധാവസ്ഥയിലായത്. 6:30 വരെ വീട്ടിൽ തുടർന്ന അനൂപ് പെൺകുട്ടി മരിച്ചെന്ന് കരുതി രക്ഷപ്പെട്ടു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും പെൺകുട്ടിയെ കണ്ടത്. തുടർന്ന് പോലീസ് അനൂപിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതിയെ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പിൽ ചുറ്റികയും ഷോൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും കണ്ടെത്തി. ക്രൂരനായ പ്രതിയെ സ്വന്തം നാട്ടുകാർക്ക് പോലും വലിയ തലവേദനയായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുന്ന പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരവെയാണ് മരിക്കുന്നതും. തലയ്ക്കുള്ളിലും കഴുത്തിലും ക്രൂരമായ മർദ്ദനമാണ് പെൺകുട്ടി നേരിട്ടത്. സ്വകാര്യ ഭാഗത്തടക്കം മുറിവുകൾ ഉണ്ടായിരുന്നു.